സൂപ്പി ഒരു തുമ്പില്ലാതാക്കിയപ്പോ എനിക്ക് സന്തോഷമായില്ലേ? ഇവിടെ ഇങ്ങനെ തുമ്മി കൊത്തിരുന്നോ? നാട്ടിൽ എന്തൊക്കെ നടക്കണെന്ന് എനിക്ക് വല്ല വിവരമുണ്ടോ? നാട്ടിൽ വണ്ടി ഇല്ലാത്തവരൊക്കെ നടക്കുന്നുണ്ട്, വണ്ടിയുള്ളവരൊക്കെ വണ്ടിമേൽ പോകുന്നുണ്ട്. ഓ എന്തൊരു തമാശ! നീ കുറച്ച് ചിരിച്ചു തരട്ടെ. ഈ ആ മാസ്ക് ഇട്ടിട്ട് ചിരിച്ചാൽ മതി, അല്ലെങ്കിൽ തന്നെ എൻ്റെ ഒരു തുമ്മലിജ് തുമ്പില്ലാതാക്കണേ. അതിന്റെ ചൊറിച്ചിൽ തന്നെ മാറിയില്ല, അതിന്റെ പുറമെ വേറെ ചൊറിച്ചിലുണ്ടാക്കല്ലേ. ഈ കാര്യം എന്താ പറ. അത് ഞാൻ എങ്ങനെ പറയാം? അതെന്തേ? എൻ്റെ തൊള്ള തിന്നാൻ മാത്രമേ തുറക്കുള്ളൂ? അതിങ്ങനെ ആലോചിച്ചിട്ട് കാലിന്റെ അടിയിൽ നിന്ന് തലച്ചോറ് വരെ ഇപ്പൊ ഇങ്ങനെ കേറുക. അങ്ങനെങ്കിലും വരെ തലച്ചോറൊന്നും ലെവലാട്ടെ. രാവിലെ തന്നെ വന്നിട്ട് വെൽക്കമല വർത്താനായിട്ട്. സൂപ്പി ഈ പോലെ ഞാൻ പറയണൊന്ന് കേക്ക്. ഈ ഒന്ന് മുണ്ടാതെ പോവായമോ? എനിക്ക് സ്വൈര്യമായിട്ടൊന്ന് തുമ്മണം. നേരത്തെ തന്നെ എൻ്റെ തുമ്മലിജി നഷ്ടപ്പെടുത്തിയാ. നഷ്ടപ്പെട്ട തുമ്മല് കളാവ് കിട്ടാൻ ഇത് നിസ്കാരമൊന്നും അല്ലല്ലോ. അതിനേക്കാൾ വലിയ വിഷയങ്ങളാ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണത്. അതെന്താന്ന് ചോദിച്ചിട്ട് എൻ്റെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഇനി അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒറ്റ ചവിട്ടിന് എൻ്റെ അവതർച്ചും പതിലും ഞാൻ കലക്കും. അത് കേട്ടിച്ച് ഞെട്ടരുത്. ഞെട്ടു. അതിനുള്ള സ്വാതന്ത്ര്യം കൂടിയ ഗാന്ധിജി എനിക്ക് വാങ്ങി തന്നത്. അതിൽ ജി കയറി ഇടപെടരുത്. ഞാൻ ഞെട്ടിക്കോ, പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ട് ഈ അവിവേകമൊന്നും ചെയ്യരുത്. അവിവേകം ചെയ്യും, അതൊക്കെ എൻ്റെ ഇഷ്ടാ. ചെയ്യോ? ആ ചെയ്യും. എന്നിട്ട് വാ. സൂപ്പി അന്നോടാ പറഞ്ഞത് ഇങ്ങോട്ട് വാന്ന്. വേണ്ട, അവിടെ തന്നെ പറഞ്ഞോ. ഞാൻ അവിവേകമൊന്നും ചെയ്യൂല. എന്നാ കേട്ടോ, തോട്ടത്തില് നൗഷാദിന്റെ പോരന്റെ ഗേറ്റിന് മുമ്പിൽ എന്താ എഴുതി വെച്ചതെന്ന് അറിയാൻ എനിക്ക്? നാട്ടുകാർക്ക് പ്രവേശനമില്ല, പ്രവേശനം പ്രവാസികൾക്ക് മാത്രം. പ്രാന്ന് ഒരുപാടുണ്ടായോണ്ടേ കേൾക്കാനൊരു സുഖമുണ്ട്. കേട്ട് സൂഹിക്കാനേ ഈ എഴുതി വെച്ചത് കവിതയൊന്നുമല്ല, ഈ നാട്ടുകാരെ മുഴുവൻ അപമാനിക്കുന്ന എഴുത്താത്. ഇത് ചോദിക്കാനും പറയാനൊന്നും നാട്ടിലാരും ഇല്ലേ? ഉണ്ടടോ ഉണ്ട്. മാറി അവിടുന്ന്. ഈ ബോർഡ് ഇവിടെ തൂങ്ങിയിട്ട് 3 ദിവസമായി എന്നാ ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അതൊന്ന് പൊടിച്ച് പറിച്ചെറിയാനേ ഈ നാട്ടിൽ നട്ടലുള്ള ഒരാണുങ്ങളും ഇല്ലാതായി പോയോ? ഉളുപ്പ് വേണടാ, ഉളുപ്പ്. അയമോ, ഞാൻ എനിക്ക് നേരത്തെ ഒരു വാക്ക് തന്നില്ലായിരുന്നോ? അത് ഞാൻ പിൻവലിക്കുക. ഏത് തുമ്മലോ? ഞാൻ അവിവേകമൊന്നും കാണിക്കൂല നേരത്തെ എനിക്കൊരു വാക്ക് തന്നില്ലായിരുന്നോ? അത് ഞാൻ പിൻവലിച്ചു. ഇനി എന്റെ ഭാഗത്തുനിന്ന് അവിവേകം മാത്രം പ്രതീക്ഷിച്ചാൽ മതി. മാറടാ അവിടുന്ന്, അങ്ങോട്ട് മാറടാ. ഹലോ, എന്താ ഇവിടെ പരിപാടി? ആഹാ, പിന്നെ ഞങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ അപമാനിച്ചിട്ട് ഈ പോരാല് സുഖമായിട്ട് കഴിഞ്ഞുവിടുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉള്ളത്? ഞങ്ങളെന്ന് പറഞ്ഞാല് ദായമുണ്ട്. ഞാനില്ല. അയമോ നിൽക്കെ. പിന്നെ ദാ സുലൈമാണ്ട്. ഞാനുമില്ല. സുലൈമാനെ പോയന്തേ. സൂപ്പിയാക്കേ, ഞാൻ ഉണ്ട് നിങ്ങളപ്പുറം. മൂർക്കമ്പാമ്പിന് മൂത്രയിക്കാനേ നീർക്കോലിന്റെ കാവൽ വേണ്ട. ഇത് കൈകാര്യം ചെയ്യാനേ ഞാൻ ഒറ്റയ്ക്കും മതി, നിങ്ങൾ ആരും വേണ്ട. പിന്നെ എനിക്ക് അവസാനമായിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറഞ്ഞോ. ഞാൻ ഈ ബോർഡ് ഇവിടുന്ന് കീറി വലിച്ചെറിയാൻ പോവാ. എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, ആൺകുട്ടിയാണെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ ആ ബോർഡ് പറിച്ചെറിഞ്ഞിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിൽക്ക്. ആഹാ, ഞാൻ ആരാന്ന് എനിക്ക് കാണിച്ചു തരാം. സൂപ്പിനോട് ഒരിക്കൽ കളിച്ചോലേ പിന്നെ സൂപ്പിനോട് കളിക്കാൻ നിന്നില്ല. ദേ ബോർഡ് കാണുന്നില്ലേ? ഹലോ, ഇതിലെ കയ്യക്ഷരം തീരെ പോരാ.
ആ ദാസേട്ടനോട് എഴുതിക്കഴിഞ്ഞ് നന്നായിന്. മാറി നമുക്കളെ. എന്താ നിങ്ങൾക്ക് നാലാക്കൊരു കള്ളക്കളി? ഒന്നുമില്ല, ഒരു കളി കഴിഞ്ഞതിന്റെ ക്ഷീണം തീർക്കുക. കളിച്ചോ കളിച്ചോ. നാട്ടുകാർക്ക് പ്രവേശനമില്ലാത്ത ബോഡി മൂപ്പര് കണ്ടില്ല എന്നാ തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ മൂപ്പര് അങ്ങോട്ട് കയറി പോയതിനേക്കാൾ 4 എത്തിയ സ്പീഡിൽ ഇങ്ങോട്ട് കൊണ്ടുവരെ കാണാം. അങ്ങനെയാണെങ്കിലേ മണ്ടിനെ കാണാൻ പറ്റിയ സ്ഥലം അവിടെയാണ്. ആ തല വരെ കാണാം. അങ്ങോട്ട് നടക്കി. എൻ്റെ കയറ്റിയിലെ ബോർഡാണ് ഇപ്പോൾ നാട്ടിലെ ചർച്ചാ വിഷയം. സംഗതി ഏതായാലും വൈറലായിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഒരു ബോർഡ് എഴുതി വെക്കാൻ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. 14 ദിവസം ഒരു ജനൽ പോലും തുറക്കാതെ ഈ വീടിനകത്ത് ഇരുന്നപ്പോഴും ഒരു ബോർഡ് എഴുതി വെക്കണം തീരുമാനിച്ചതല്ല. അവസാനം അയൽവാസികളും നാട്ടുകാരും എന്നെക്കൊണ്ടൊരു ബോർഡ് എഴുതി വെപ്പിച്ചു. അതാ സംഭവിച്ചത്. നൗഷാദെ, ഈ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയോ? അതിന് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടൊന്നുമില്ലല്ലോ. ഈ ഇപ്പോൾ നിൽക്കണേ വീടിന്റെ പുറത്തല്ലേ? ഷിഹാബേ, ഞാൻ 14 ദിവസം ഈ വീട്ടിനുള്ളിലായിരുന്നു. ഇന്നാണ് ഈ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയത്. അതിന് ആരോഗ്യവകുപ്പിന്റെ അനുവാദമുണ്ട്. ഈ വീട് വിട്ട് പുറത്തേക്ക് പോകരുതെന്നേ ഉള്ളൂ. പിന്നെ ഈ വലിയ വർത്താനൊന്നും പറയണ്ട. ഇവിടെ അയൽപ്പക്കത്ത് ഞങ്ങൾക്കൊക്കെ ജീവിക്കണം. പെരയിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ളതാ. ഷിഹാബേ, എനിക്ക് കൊറോണ ബാധിച്ചിട്ടൊന്നുമില്ല. പുറത്തെവിടെയും സമ്പർക്കത്തിന് പോകണമില്ല. ഈ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് പേടിയാ നിങ്ങൾക്കൊക്കെ ഗൾഫുകാരെ? പേടിക്കേണ്ടവരെ പേടിക്കണം. എന്തായിക്കാ, സുഖല്ലേ? എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണേ. ഞാൻ കടയിലേക്ക് വന്നതാ. നൗസാദേ, എന്റെ കുട്ടികളെ അന്നെ മുടക്കാൻ വേണ്ടി ഇങ്ങോട്ട് കയറി വരില്ലേ? അനക്ക് സാധനങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇത് വേറെ എവിടെയെങ്കിലും പോയി വായിക്കോ. ഇതിങ്ങനെ പുറത്തിറങ്ങി നടന്ന് നാട്ടുകാർക്ക് മുഴുവൻ കൊറോണ കൊടുത്തിട്ട് ഇറങ്ങുള്ളൂ. എന്റെ ക്വാറന്റൈൻ സമയം ഒരാഴ്ച മുമ്പ് കഴിഞ്ഞു. എനിക്കൊരു അസുഖമില്ലാന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടുണ്ട്. എന്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്? ഓരോരു കടലാസ എഴുതി തന്നുകൊണ്ടൊന്നും കാര്യമല്ല. പിന്നെ ഞാനും ഈ നാട്ടുകാരൻ തന്നെയാണ്. ഗൾഫിൽ പോയി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഗൾഫ് പോയാൽ പിന്നെ എങ്ങനെയാ നാട്ടുകാരനാകുക? ഗൾഫ് പോയാൽ പിന്നെ ഗൾഫാരനാ. പിന്നെ അന്നോട് തർക്കിക്കാൻ ഞാനില്ല. ഇത് ഇങ്ങോട്ട് കയറല്ലേ. ഈ ഇങ്ങോട്ട് കയറിയാ പിന്നെ ഈ നാട്ടുകാർ ഇങ്ങോട്ട് കയറുന്നത് ഇല്ലാതെയാവും. എന്റെ കത്തോടെ മുട്ടിക്കല്ലേ. നാട്ടുകാരൻ മൊത്തത്തിൽ പറയുമ്പോൾ അതൊന്ന് തിരുത്തി തരേണ്ട ബാധ്യത ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ. ഹലോ, ഞാൻ നൗഷാദിന് കൊടുക്കാം. ഹലോ നൗഷാദെ, എല്ലാ നാട്ടിലും ഉണ്ട് വിവരമുള്ളവരും വിവരക്കേടുള്ളവരും. വിവരക്കേടിനൊപ്പം പേടി കൂടി ചേർന്നപ്പോൾ ഇക്കൂട്ടരുടെ സമനില തെറ്റിപ്പോയി. അതാ സംഭവിച്ചത്. ഇന്നാട്ടിലെ 90% ആൾക്കാരും പ്രവാസികളെ മനസ്സിലാക്കിയവരാ. നിങ്ങൾ ചെയ്തു തന്ന സഹായങ്ങളും സേവനങ്ങളും ഒക്കെ നന്ദിയോടെ ഓർക്കുന്നവരാ. ഒരു സാഹചര്യത്തിലും നിങ്ങളെ തള്ളി പറയാനോ ആട്ടിപ്പുറത്താക്കാനോ ഒറ്റപ്പെടുത്താനോ ആരെ ഞങ്ങൾ സമ്മതിക്കൂല. ഇതൊന്നും വെറും വാക്കോ ഭംഗിവാക്കോ അല്ല, ഹൃദയത്തിൽ തട്ടിപ്പറയുന്നതാ. ഉണ്ടായ ദുരനുഭവങ്ങളെല്ലാം ക്ഷമിക്കുക. ക്ഷമിക്കാൻ ഗൾഫുകാരേക്കാൾ കഴിവുള്ളവർ ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? ഇതൊന്നും ഫോണിലൂടെ പറയേണ്ട കാര്യങ്ങളല്ല. ഞാൻ നിന്നെ കാണാൻ നേരിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്.
ഇനിയിപ്പോൾ നമ്മൾ അധികം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാൻ ഇറങ്ങട്ടെ, പിന്നെ വരാം. നൗഷാദേ, ഗേറ്റിലുള്ള ആ ബോർഡ് മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിലെഴുതിയ വാചകം ഗേറ്റിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇതാ ഒരിക്കലും ഇവിടെ ഉണ്ടാവരുത്. നിൽക്കി നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ? നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഈ നാട്ടുകാരന്നെ. നിങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം, പിന്നത്തെ ഞങ്ങൾക്ക് ഉള്ളിലേക്ക് പ്രവേശനമല്ലാത്ത പ്രവാസികളോടെ ഇതാ ഇങ്ങോട്ട് നോക്ക്. ഈ സ്നേഹം മാത്രം പോരാ, ആ സ്നേഹം ഇവിടുന്ന് പുറപ്പെടണം. സ്നേഹം ഇവിടുന്ന് പുറപ്പെട്ടാലേ നിങ്ങളുടെ മുമ്പിൽ ഒരു ഗേറ്റും അടയില്ല, അടഞ്ഞ വാതിലുകളൊക്കെ തുറക്കുകയും ചെയ്യും. ഓനെ നീ ഇവിടെ നിന്നിട്ട് കാര്യമല്ല, വള്ളം അറിഞ്ഞേ. എന്താ മൂപ്പരി പറഞ്ഞത്? ഒരു കുഴി കിട്ടില്ലല്ലോ. ഗൾഫുകാർക്ക് കൊറോണ ഉണ്ടോ നോക്കി നടന്നിട്ടേ അവസാനം നമുക്ക് കൊറോണ പിടിക്കാൻ മതിയായിരുന്നു. കൊറോണനേക്കാൾ വലുതല്ലേ നീ നമ്മൾ കിട്ടിയെന്ന്. ഡാ അവിടെ നിൽക്കി പോയന്തളെ. ഇത് കണ്ടങ്ങള് സൂപ്പി ഒരു വാക്ക് പറഞ്ഞ വാക്കാ, ബോർഡ് പറിച്ചെറിയെന്ന് പറഞ്ഞാൽ ഏറിയും. സൂപ്പിയെ, ആ ബോർഡ് ആര് പറിച്ചെറിഞ്ഞെന്നാ പറഞ്ഞേ? ഇന്നോട് വന്ന ഇവിടെ വാ സൂപ്പിയെ. ചെല്ലി ചെല്ലി